It's me Anika Ramesh. Welcome back to my channel. ഇന്നത്തെ വീഡിയോ is something which is very close to my heart. It is about self-love. എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത്. സ്റ്റഡീസും തിരക്കും കാരണം I was not giving attention to myself. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ തിരക്കുകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലും കൂടി എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമ്മുടെ സീരീസിന്റെ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നതാണ് ഇറ്റ്സ് അബൌട്ട് സെൽഫ് കെയർ. അപ്പൊ എന്തായാലും ഞാൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കരധികം എക്സൈറ്റഡ് ആണ്. കാരണം ദിസ് ഇസ് മൈ ടോപ്പിക്, ദിസ് ഇസ് മൈ കൈൻഡ് ഓഫ് ടോപ്പിക്. അപ്പൊ നിങ്ങളും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ then just jump into the video. എൻ്റെ മുടിയും സ്കിന്നും ഒക്കെ ഞാൻ കെയർ ചെയ്യാതെ ആകെ മൊത്തം ഡാമേജ്ഡ് ആയി കിടക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഹെയർ കെയർ റുട്ടീൻ ചെയ്യാം കേട്ടോ. ഞാൻ നോർമലി ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉലുവ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഹോട്ട് ഓയിൽ ചെയ്തെടുക്കാം. നമുക്ക് ഡെയിലി വീക്ക്ലി ആൻഡ് മന്ത്ലി ബേസിൽ ഈ ടൈപ്പ് ഓഫ് സെൽഫ് കെയർ റുട്ടീൻ ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെയാണ്. ഞാൻ ട്വൈസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാനൊരു 1 അവറിലേക്കാണ് ഈ ഒരു ഓയിൽ വെക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. ഇനി നമുക്ക് ആ ടൈം ആകുമ്പോഴത്തേന് നമുക്കൊരു ബോഡി സ്ക്രബും ഫേസ് മാസ്കും കൂടി പ്രിപ്പയർ ചെയ്യാം. രണ്ടിനും യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് പോസ് ചെയ്തിട്ട് കണ്ടാൽ മതി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ സെൻറ്റഡ് കാൻഡിലൊക്കെ കത്തിച്ചിട്ട് ഒന്ന് കുളിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു പാട്ട് കൂടി വെച്ചപ്പോൾ മൂഡ് നല്ല സെറ്റായി. ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിടാം കേട്ടോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ലോറിയലിൻ്റെ ഹെയർ മാസ്ക് ആണ്. ഇതൊരു 10 to 15 മിനിറ്റ്സ് വെച്ച ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. സ്കിന്ന് നല്ല റിഫ്രഷ്ഡും ഗ്ലോയും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും.
പുറത്ത് നല്ല മഴയായതുകൊണ്ട് എന്തെങ്കിലും ഹോട്ടായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഹെർബൽ ടീ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ബ്ലൂ ആയിരുന്നു കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് തേനും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് ഒറ്റിച്ചിട്ടുണ്ടായിരുന്നു. ചെറുനാരങ്ങ നീര് ഒറ്റിച്ച സമയത്ത് കളർ കുറച്ചും കൂടി ഡിമ്മായിട്ടുണ്ടായിരുന്നു. കുറച്ച് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് പുറത്ത് തന്നെ ഇരുന്ന് വായിച്ചു. നല്ല തണുത്ത കാറ്റും ബുക്കും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഫീലായിരുന്നു. ഇന്നത്തെ സെൽഫ് കെയർ ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.